സംസ്ഥാന സ്കൂൾ കലോത്സവ വിശേഷങ്ങളിലേക്ക്. അൽ മുക്താദിർ ജ്വല്ലേഴ്സ് കലക്കൻ കൊല്ലം സമർപ്പിക്കുന്നത് അൽ മുക്താദിർ ജ്വല്ലറിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. പവേർഡ് ബൈ ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. കാതങ്ങൾ താണ്ടാൻ പാദങ്ങൾക്ക് കൂട്ട് ക്യൂബിക്സ് ഫുട്വെയർ ഇൻ അസോസിയേഷൻ വിത്ത് മിൽട്രീന ഹോസ്പിറ്റൽ. ലോകോത്തര നിലവാരത്തിൽ ഒരു ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രം. വീട് വീടാകാൻ നോൾട്ട, വീട് വീടാന്തരം നോൾട്ട. കാശിന്റെ കാര്യത്തിൽ ഇനി ടെൻഷൻ വേണ്ട. മാറ്റേറുന്ന വിശ്വാസം കൊശമറ്റം ഫിനാൻസ്. കല്യാൺ സ്ക്രീൻ വൺ കോംബോ ഓഫർ. ഇനി ഓരോ ഷോപ്പിംഗിലും നേടാം 3 ഇരട്ടി ലാഭം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊടിയുയരും. കൊടിമരച്ചുവട്ടിൽ വിസ്മയ കാഴ്ചകൾ ഒരുക്കുകയാണ് സ്വീകരണ കമ്മിറ്റി. 4 കലാകാരന്മാരുടെ ഒരാഴ്ചയുടെ അധ്വാനമുണ്ട് ഈ കാഴ്ചകൾക്ക്. കൊല്ലത്ത് കലോത്സവം ഔദ്യോഗികമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുക 10 മണിക്ക്. അതിന് 1 മണിക്കൂർ മുൻപ് 9 മണിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് കലോത്സവത്തിന്റെ പതാക ഉയർത്തും. ആ കൊടിമരച്ചുവട് എങ്ങനെ മനോഹരമാക്കുമെന്ന് സ്വീകരണ കമ്മിറ്റി ആലോചിച്ചു. ആശ്രാമം സന്തോഷ് എന്ന കലാകാരനോട് ആശയം പങ്കുവച്ചു. അങ്ങനെയൊരു കുടത്തിൽ കൊല്ലത്തിന്റെ ചരിത്രപുരുഷന്മാർ ചിത്രങ്ങളായി. നമ്മളിങ്ങനെ ഒരു ആശയം പറഞ്ഞു, അതായത് കൊല്ലത്തിൻ്റെ മൺമറഞ്ഞു പോയ കലാസാഹിത്യ നായകന്മാരുടെ ഒരേകാ ചിത്രങ്ങളുടെ ഒരു ഇൻസ്റ്റലേഷൻ ഇവിടെ ചെയ്യാമെന്ന് നമ്മൾ ആവശ്യം പറഞ്ഞു. അപ്പോൾ അവരത് സ്വാഗതം ചെയ്യുകയും സ്വീകരണ കമ്മിറ്റി അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു തരികയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ചിത്രങ്ങൾ രചിച്ചിട്ടുള്ളത്. ആശ്രാമം സന്തോഷിന്റെ നേതൃത്വത്തിൽ 4 പേരാണ് ഒരാഴ്ച കൊണ്ട് കുടത്തിൽ ചിത്രങ്ങൾ ഒരുക്കിയത്. പ്രധാന വേദികൾക്ക് പേരുകൾ നൽകിയിരിക്കുന്നവരുടെ തന്നെ ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയത്. ഒരുക്കങ്ങൾക്ക് നിറവ് കൂട്ടാൻ മാടന്നറ സ്വദേശിയായ ഗോപിക കണ്ണൻ എന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയും. CBSE സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 5 വിഭാഗങ്ങളിൽ ഗോപിക പ്രാതിനിധ്യം അറിയിച്ചിട്ടുണ്ട്. അതെൻ്റെ സാറാണ് എന്നെ വിളിച്ചത്. അപ്പം സാറ് പറഞ്ഞിട്ടാണ് ഇത് അത്രയും ചെയ്തത്. ഒരാഴ്ച കൊണ്ട് 16 കുടങ്ങളിൽ വരച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്നാണ് ഈ ഒരു ചുരുക്കം ഒരു 3 മണിക്കൂർ കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. അങ്ങനെ കലോത്സവ വേദികളുടെ മുക്കിലും മൂലയിലും കൊല്ലം ജില്ലയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ കൊടിയടയാളങ്ങളുണ്ട്. ക്യാമറമാൻ അഭിലാഷ് തൊഴുവൻകോടിനൊപ്പം സലിം മാലിക്, 24 കൊല്ലം. രാവിലെ 9 മണിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കലോത്സവ നഗരിയിൽ പതാക ഉയർത്തുന്നതോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ 10 കലോത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. അരുൺ രാജ് ആശ്രാമം മൈതാനത്ത് നിന്നും ചേരുന്നു. അതോടൊപ്പം ഷെഫീദ് റാവുത്തറുണ്ട് കലോത്സവത്തിന്റെ വിവരങ്ങളുമായി. ആദ്യം അരുൺ രാജിലേക്ക്. അരുൺ രാജ്, ഗുഡ് മോർണിംഗ്. ഇന്ന് കലോത്സവത്തിന് അരങ്ങുണരുകയാണ്. കൊല്ലം അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഔദ്യോഗിക ഉദ്ഘാടനം അടക്കമുള്ള കാര്യങ്ങൾ ഏതു രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? അതോടൊപ്പം ചടങ്ങുകളൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? വേദികൾ എപ്പോഴേക്കാണ് ഉണർന്നു തുടങ്ങുക? വെരി ഗുഡ് മോർണിംഗ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലം ഒരുങ്ങിക്കഴിഞ്ഞു. ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഈ ഔദ്യോഗികമായി കലോത്സവ പതാക ഈ 1ാം വേദിക്ക് മുമ്പാകെ ഉയർത്തും. തൊട്ടു പിന്നാലെ ഈ ഭിന്നശേഷി കുട്ടികൾ അവതരിപ്പിക്കുന്ന വാദ്യ അകമ്പടിയോടുള്ള ഒരു ദൃശ്യ ആവിഷ്കാരമുണ്ട്. ഇതിനുശേഷമാണ് നടിയും നർത്തകിയുമായ ആശ ശരത് അവതരിപ്പിക്കുന്ന സ്വാഗത ഗാനത്തിന്റെയും ആ ദൃശ്യാവിഷ്കാരമുള്ളത്. ഇതും ഈ വേദിയിൽ, പ്രധാന വേദിയിൽ നടക്കും. 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഔദ്യോഗികമായി കലോത്സവത്തിന് തിരിതെളിയിക്കുക. ഇതിനുശേഷം പിന്നീടുള്ള 5 നാൾ കൊല്ലം അക്ഷരാർത്ഥത്തിൽ കലയുടെ മേളയായി, കലയുടെ പൂരമായി തന്നെ മാറുകയും ചെയ്യും. ഈ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്താൽ തൊട്ടു പിന്നാലെ ഈ പ്രധാന വേദിയിൽ മോഹിനിയാട്ട മത്സരമാണ് അരങ്ങേറുന്നത്. മോഹിനിയാട്ട മത്സരം അരങ്ങേറുന്ന അതേ സമയം തന്നെ ബാക്കി 23 വേദികളിലും മത്സരം ഇന്ന് ഉണ്ട്. ഈ പ്രധാനപ്പെട്ട ഇനങ്ങൾ എല്ലാം തന്നെ ഇന്ന് മത്സര ഇനങ്ങളായി ആദ്യ ദിവസം തന്നെ എത്തുന്നു. ഗ്ലാമർ മത്സര പോരാട്ടങ്ങളെല്ലാം തന്നെ ആദ്യ ദിനം എത്തുന്നു എന്ന പ്രത്യേകത കൂടി ഈ കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിലുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ജനസഞ്ചയത്തെ കൂടി കലോത്സവ നഗരിയിലേക്ക് ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ദിവസം 30,000-ലധികം പേർ ഈ കലോത്സവ നഗരിയിലേക്ക് ഒഴുകിയെത്തും എന്നുള്ളതാണ് നിലവിൽ സംഘാടകർ കണക്ക് കൂട്ടുന്നത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ കൂടി നിലവിൽ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ കാണുന്നത് പ്രധാന വേദിയാണ്. ഈ പ്രധാന വേദിയിലാണ് ഇന്നത്തെ ചടങ്ങുകളടക്കം, ഈ പൊതു പരിപാടികളടക്കം നടക്കുക. ഇതിനുശേഷം ഇതിൽ ഏറ്റവും പ്രത്യേകതയുള്ളത് കാസർഗോഡ് നിന്നുള്ള പ്രത്യേക സംഘത്തിന്റെ ഗോത്ര വിഭാഗത്തിന്റെ മംഗലകളി എന്ന്
പറയുന്ന ഒരു ഐറ്റമാണ്. അത് പ്രദർശന ഐറ്റമായി തന്നെയാണ് ഇന്ന് ഈ കലോത്സവത്തിലേക്ക് എത്തുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഗോത്രകല കലോത്സവ വേദിയിലേക്ക് എത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അടുത്ത വർഷം മുതൽ ഈ കലോത്സവ മാനുവൽ പരിഷ്കരിക്കുമ്പോൾ ഈ ഗോത്രകല കൂടി മത്സര ഇനമായി മാറ്റാനുള്ള തീരുമാനമാണ് സർക്കാർ നിലവിൽ കൈക്കൊണ്ടിട്ടുള്ളത്. ഏതായാലും കൊല്ലം അക്ഷരാർത്ഥത്തിൽ കലയുടെ മാമാങ്കം കാണുവാൻ കലയുടെ പൂരത്തിലേക്ക് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ മറ്റൊന്ന് സുരക്ഷാ ക്രമീകരണങ്ങളാണ്. പഴുതടച്ചുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. 800-ലധികം പോലീസുകാരെ പ്രതിദിനം ഡ്യൂട്ടിക്കായി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ കലാമാമാങ്കത്തിന് എല്ലാവിധ സജ്ജീകരണങ്ങളും പരാതികളില്ലാതെ പൂർത്തിയാക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നിലവിൽ വിദ്യാഭ്യാസ വകുപ്പും മറ്റ് വകുപ്പുകളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിയും. ശരി അരുൺ രാജ്, ഇപ്പോൾ സലീം മാലിക് കൂടി ചേരുകയാണ്. സലീം, മത്സരക്രമങ്ങൾ ഏത് രീതിയിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്? എപ്പോഴേക്ക് വേദികൾ ഉണർന്നു തുടങ്ങും? അതോടൊപ്പം ടീം 24 ഏത് രീതിയിലാണ് സജ്ജമായിരിക്കുന്നത്? ക്ഷമിക്കണം, ഷെഫീദ് റാവുത്തറാണ് ചേരുന്നത്. ഷെഫീദ്, മത്സരക്രമങ്ങൾ ശരി. സാംസ്കാരികമായി വലിയ പാരമ്പര്യമുള്ള ഒരു നഗരമാണ് കൊല്ലം. മാത്രമല്ല കൊല്ലത്തിലേക്കൊരു കലാമാമാങ്കം എത്തുമ്പോൾ അതിന് വലിയ തരത്തിലുള്ള പ്രത്യേകതയുണ്ട്. ഒരു 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അതിവിടേക്ക് എത്തുമ്പോൾ അതിൻ്റെ നിറം പരമാവധി ഒരുക്കുകയാണ്, അല്ലെങ്കിൽ ആ പരമാവധി കളറാക്കുകയാണ് സംഘാടകർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനോടകം സർക്കാരിൻ്റെ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 24 വേദികളും സജ്ജമായിട്ടുണ്ട്. ഇനി മത്സരാർത്ഥികളെത്തി മത്സരം തുടങ്ങിയാൽ മാത്രമേ മതിയാവുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആശ്രാമത്തെ പ്രധാന വേദിക്ക് മുൻപിലാണ്. ഇപ്പോൾ എൻ്റെ ഒപ്പം സലീം മാലിക് കൂടി ചേരുന്നുണ്ട്. ഇക്കാര്യത്തിൽ സലീം ഒരു കൊല്ലംകാരൻ കൂടിയാണ്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വരുന്നു. 24 വേദികൾ, സംഘാടനത്തിലടക്കം വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ അനുഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ അവസാന ഘട്ടത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി KN ബാലഗോപാൽ അടക്കം അറിയിച്ചിട്ടുണ്ട്. എന്താണ് അവസാനഘട്ട ഒരുക്കങ്ങൾ? ഷഫീദ്, ഇവിടെ എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും പൂർണ്ണതോതിൽ എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം നമ്മൾ ഇന്നലെ മുതൽ അത് കണ്ടതുമാണ്. വലിയ നിലയിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രധാനപ്പെട്ട വേദി, ഇത് ONV സ്മൃതി വേദിയാണ്. ഇതുപോലെയുള്ള 24 വേദികൾ, ഈ പ്രധാന വേദി തന്നെ 60,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വേദിയാണ്. അതിൽ ഒരേ സമയം 10,000 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വേദിയാണ്. മാത്രമല്ല ഈ ആശ്രാമം മൈതാനം, ഈ പ്രധാന വേദി നടക്കുന്ന ഈ ആശ്രാമം മൈതാനം എന്ന് പറയുന്നത് ഇപ്പോൾ അത് ഒഴിഞ്ഞു കിടക്കുകയാണ്. പക്ഷേ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ ഒരു വലിയ തരത്തിലുള്ള തിരക്ക് എന്തായാലും അനുഭവപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇന്നലെയൊക്കെ നമ്മളത് കണ്ടതാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മൈതാനമാണ് ഇതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്, ഈ പ്രധാന വേദിയായി തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആ നിലയിൽ എല്ലാ നിലയിലുമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ തണ്ണീർ കൂജകൾ, അത് സർക്കാർ തന്നെ നേരിട്ടിടപെട്ട് തണ്ണീർ കൂജകൾ, അത് ഈ പ്രധാന വേദിയിൽ തന്നെ മുൻവശത്ത് തന്നെ നമുക്കിപ്പോൾ അത് കാണാൻ കഴിയുന്ന നിലയിൽ അവിടേക്ക് അങ്ങനെ ഇത് ഈ കലോത്സവ വേദികളുടെ 24 വേദികളുടെയും ഓരോ കൃത്യമായ പോയിന്റുകളിലും ഈ തണ്ണീർ കൂജകൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കടുത്ത വെയിലാണ് കൊല്ലം ജില്ലയിൽ അനുഭവപ്പെടുന്നത്. പക്ഷേ ആ വെയിലിനെ ഒരു ശമനമെന്നോണം എല്ലാ സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇനി അവർക്ക് പണമില്ലെങ്കിൽ അവർക്ക് സൗജന്യ ഓട്ടോകൾ സർക്കാരിൻ്റെ തന്നെ ഭാഗത്തു നിന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള 30 ഓട്ടോകൾ ഇവിടെയുണ്ട്. മറ്റെല്ലാ നിലയിലുള്ള ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. 24 ടീമും ആ നിലയിൽ തന്നെ സജ്ജമാണ്. നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ഡിജിറ്റലും വെബും നമ്മുടെ റിപ്പോർട്ടിംഗ് ടീമും ഉൾപ്പെടെ 70-ലധികം പേരുടെ, അതായത് ഈ കലോത്സവ നഗരിയിലേക്ക് എത്തി ഏറ്റവും വലിയ ടീം എന്നുള്ള 24 ആണ്. അതുകൊണ്ട് തന്നെ അടുത്ത മണിക്കൂറുകളിൽ ഇടതടവില്ലാതെ കലോത്സവ റിപ്പോർട്ടിംഗ് അത് ഏറ്റവും ഗംഭീരമായി തന്നെ നമുക്ക് നൽകാൻ കഴിയും എന്നുള്ളത് കൂടിയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. ശ്രീലക്ഷ്മി. ശരി സലീം മാലിക്, കൊല്ലത്ത് എന്തായാലും അരങ്ങുണരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഔദ്യോഗിക ഉദ്ഘാടനം രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നതോടെ കൊല്ലത്ത് കലയുടെ മാമാങ്കം തുടങ്ങുകയായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് തിരിതെളിയുമ്പോൾ തങ്ങളുടെ പഴയ കലോത്സവ കാലം ഓർത്തെടുക്കുകയാണ് മലയാളത്തിന്റെ പ്രിയ ഗായകരായ സുദീപ് കുമാറും നിഖിൽ മാത്യുവും KK നിഷാദും. പുതുതലമുറയിലെ പ്രതിഭകളോട് താരങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ചില ഗായകർ നമ്മളോടൊപ്പം അവരുടെ കലോത്സവ കാല ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ചേരുകയാണ്. ആദ്യം സുദീപേട്ടനിലേക്ക് പോവാം. ഒരുപാട് കലോത്സവ ഓർമ്മകളുണ്ടെന്നറിയാം. ഏറ്റവും പ്രിയപ്പെട്ടത് അതിലെന്തായിരിക്കും? ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്ന ആദ്യത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം എൻ്റെ ഓർമ്മയിൽ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കോഴിക്കോട് നടന്നതാണ്. അന്ന് ഞാൻ മത്സരിച്ച് പദ്യം ചൊല്ലലാണ്. ലളിത സംഗീതത്തിന് എനിക്ക് ജില്ലാതലത്തിൽ പ്രൈസ് കിട്ടിയില്ല. ലളിത സംഗീതത്തിനും ശാസ്ത്രീയ സംഗീതത്തിനും മിമിക്രിക്കും മോണോ ആക്ടിനും ഒക്കെ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുണ്ട് സ്കൂൾ കാലങ്ങളിൽ. അതിൽ ജില്ലാതലത്തിൽ കലാപ്രതിഭയായിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന തലത്തിൽ എനിക്ക് ഒരിക്കൽ പോലും പ്രൈസ് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു സങ്കടമായിരുന്നു അക്കാലത്ത്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ സന്തോഷമേ ഉള്ളൂ. കാര്യം അന്നത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഈ മത്സരവേദിയുടെ പ്രഷർ
താങ്ങാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയായിരുന്നു എനിക്കൊക്കെ അന്ന്. നല്ല സഭാകമ്പമുള്ള ഒരു ആളായിരുന്നു ഞാൻ അക്കാലത്ത്. പലപ്പോഴും പേടിച്ചാണ് പാട്ടുകൾ പാടിയിട്ടുള്ളത്. മാത്രമല്ല ഇന്ന് കുട്ടികൾ എടുക്കുന്ന പോലെ ഒരു എഫർട്ടോ അത്രയും പ്രാക്ടീസ് ഒന്നും ചെയ്യാതെയാണ് പലപ്പോഴും വളരെ ലൈറ്റായിട്ടാണ് ഇതിനെ വിചാരിച്ചിട്ടുള്ളത്. ഇന്നത്തെ ഒരു മത്സരത്തിൻ്റെ ഒരു തീക്ഷ്ണത അന്നും ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ അത്ര കണ്ട് മനസ്സിലൊരു ഭാരമായിട്ട് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ സീരിയസ്നെസ് ഇല്ലാതെയാണ് പലപ്പോഴും പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പലപ്പോഴും വിജയിയാവാൻ കഴിയാതെ പോയത്. പിന്നീട് പലപ്പോഴും മത്സര വേദികളിൽ സംസ്ഥാന കലോത്സവത്തിൽ ഉൾപ്പെടെ ജഡ്ജിങ് പാനലിൽ വന്നിട്ടുണ്ട്. അങ്ങനെയും കുറേ അനുഭവങ്ങളുണ്ട്. ലൈറ്റ് മ്യൂസിക്കിലൊക്കെ കിട്ടിയ ആളുകൾ പലപ്പോഴും ശാസ്ത്രീയ സംഗീതത്തിലൊക്കെ ആണെങ്കിലും അവർ പലരെയും, അതായത് പ്രഗത്ഭരായി മുന്നോട്ട് വരുമെന്ന് വിചാരിച്ച പലരെയും നമ്മൾ ഇന്ന് കാണുന്നില്ല. പിന്നെ വേറൊരു ചെറിയൊരു വിഷമയിലുണ്ടായിരുന്നത് വെച്ചാൽ ഈ കലാപ്രതിഭാ തിലകം പട്ടങ്ങൾ കൊടുത്തിരുന്ന സമയത്ത് അത് ഈ കലോത്സവത്തിലല്ല, ഈ കലോത്സവത്തിലുണ്ട്, മറ്റ് യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ വരുമ്പോഴത്തേക്ക് ആ പ്രതിഭകൾക്ക് അവർക്കൊരു എൻജിനീയറിങ്ങിനോ മെഡിക്കലിനോ ഒരു സീറ്റ് അനുവദിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ കലാകാരന്മാർ, പ്രഗത്ഭരായിട്ടുള്ള പല, നമ്മൾ കാത്തിരുന്ന് കാണാം എന്ന് വിചാരിച്ചിരുന്ന കലാകാരന്മാർ പലരും ആ വഴിയിൽ പോയിട്ടുണ്ട്. സൂപ്പർ സിംഗർ വേദിക്ക് പിന്നെ സ്കൂൾ കലോത്സവങ്ങൾ സഹായകമായിട്ടുണ്ടായിരുന്നു. ശരി, തീർച്ചയായിട്ടും. അതിപ്പം ചേട്ടൻ പറഞ്ഞതുപോലെ ഏതൊരു സിംഗറുണ്ട് ഇപ്പം നിൽക്കുന്ന പ്രഗത്ഭരായ പല സിംഗേഴ്സിൻ്റെയും സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ സ്കൂൾ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലാണ്. അതുപോലെ തന്നെ ഞാനും എനിക്കൊന്ന് 10th പഠിക്കുമ്പോൾ എനിക്ക് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് കിട്ടി. അതുപോലെ തന്നെ പരിചയമുട്ടനും അന്ന് എനിക്ക് ഫസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ്, സത്യം പറഞ്ഞാൽ റെയർ കോമ്പിനേഷൻ. പാട്ട്, കാരണം പരിചയമുട്ടൻ പാട്ട് പാടുന്ന ഞാനായിരുന്നു. അപ്പോൾ അങ്ങനെ 2 എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് +2 പഠിക്കുമ്പോഴും ശരി, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ. സോ സത്യം പറഞ്ഞാൽ ഈ നമ്മളിപ്പം കാണുന്ന പല റിയാലിറ്റി ഷോസിൻ്റെ ഒക്കെ ഒരു മുന്നോടിയായിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ സ്കൂൾ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ വേദികളാണ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കലാപ്രതിഭകൾക്ക് എന്താണ്, കുരുന്നുകളോട് എന്താണ് 3 ഗായകർക്കും പറയാനുള്ളത്? ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അഭിപ്രായം തന്നെയാണ്. ഈ കലാവാസനയുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർക്കിതിൽ മികച്ചു നിൽക്കാൻ പറ്റുന്നതും സമ്മാനം നേടാൻ പറ്റുന്നതും. അത് അവരുടെ ഫോക്കസ് കലാരംഗത്തേക്ക് തന്നെ, സമ്മാനം കിട്ടുന്നവരെങ്കിലും. സമ്മാനം കിട്ടാത്തവരെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഒരുപക്ഷെ ഈ യൂത്ത് ഫെസ്റ്റിവലിൽ സമ്മാനം കിട്ടിയില്ലെന്ന് വെച്ചിട്ട് കലാരംഗത്ത് ഉയർന്നു വരാൻ പറ്റില്ല എന്നുള്ളതിന് തെളിവാണ് ഞങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു അർപ്പണ മനോഭാവം ഉണ്ടെങ്കിൽ, പരിശ്രമം ഉണ്ടെങ്കിൽ ഒരാൾക്ക് യൂത്ത് ഫെസ്റ്റിവലിൽ നിന്ന് പരാജയപ്പെട്ടാൽ പോലും അതിനേക്കാൾ ഉയരത്തിലെത്താൻ സാധിക്കും. ഉയരത്തിലെത്തി സമ്മാനം നേടുന്നവർ, യൂത്ത് ഫെസ്റ്റിവലിന് സമ്മാനം കിട്ടുന്നവരെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ അവർ ഈ സമ്മാനം കിട്ടിയതുകൊണ്ട് ഇത് അവസാനിപ്പിച്ച് പോകാതെ അവരിതിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അവർക്കും ഉയർന്നു വരാൻ പറ്റും. കലോത്സവ കാല ഓർമ്മകൾ പങ്കുവയ്ക്കുകയായിരുന്നു മലയാളത്തിൻ്റെ പ്രിയ ഗായകർ. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. മറ്റു വാർത്തകൾ നോക്കാം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജനകീയ പ്രക്ഷോഭയാത്രയായ സമരാഗ്നിയുടെ തീയതി മാറ്റിയേക്കും. ഈ മാസം 21-ന് കാസർഗോഡ് നിന്ന് യാത്ര തുടങ്ങാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇക്കാലയളവിൽ നിയമസഭാ സമ്മേളനം നടക്കാൻ സാധ്യതയുള്ളതിനാലാണ് തീയതി മാറ്റം പരിഗണിക്കുന്നത്. സംഘാടക സമിതി യോഗത്തിൽ ഇക്കാര്യം ചർച്ചയായി. നിയമസഭ സമ്മേളിക്കുന്ന ദിവസങ്ങൾ കൂടി കണക്കിലെടുത്തായിരിക്കും യാത്ര ആരംഭിക്കുക. അമേരിക്കയിൽ ചികിത്സയിലുള്ള KPCC അധ്യക്ഷനുമായി കൂടിയാലോചിച്ച ശേഷം അന്തിമ തീരുമാനമെടുക്കും. പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരായ കേസിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ പോലീസ്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ഹൈബിയുടെ MP, MLA-മാരായ ഉമാ തോമസ്, TJ വിനോദ്, അൻവർ സാദത്ത് എന്നിവരടക്കം 75 പേരെ പ്രതികളാക്കിയാണ് കേസെടുത്തത്. കലാപശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ കത്തിക്കുമെന്ന് നേതാക്കൾ ഭീഷണി മുഴക്കിയെന്നാണ് FIR-ലുള്ളത്. പോലീസിന്റെ ഔദ്യോഗിക ഗ്രൂപ്പിൽ പോലീസ് ഉദ്യോഗസ്ഥൻ തനിക്കെതിരെ രാഷ്ട്രീയ പോസ്റ്റിട്ടതിൽ DGPക്ക് പരാതിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് കാണിച്ചാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ പരാതി. തിരുവനന്തപുരം സിറ്റി പോലീസ് കൺട്രോൾ റൂമിലെ സിവിൽ പോലീസ് ഓഫീസർ കിരൺ ദേവാണ് ഔദ്യോഗിക ഗ്രൂപ്പിൽ പോസ്റ്റിട്ടത്. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ജയശങ്കർ, ഈ പരാതിയുടെ അടിസ്ഥാനത്തിനിടയായ സാഹചര്യം എന്താണ്? അതോടൊപ്പം ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രീലക്ഷ്മി, കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയത്. അതായത് പോലീസിന്റെ തന്നെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ തനിക്കെതിരെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അപമാനിച്ചു എന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ പരാതി. തിരുവനന്തപുരം പോലീസ് കൺട്രോൾ റൂമിലെ ഉദ്യോഗസ്ഥനായ കിരൺ കഴിഞ്ഞ ദിവസമാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിലൊരു രാഷ്ട്രീയ പോസ്റ്റ് ഇട്ടത്. പോലീസുകാർ ഇത്തരത്തിൽ രാഷ്ട്രീയ പോസ്റ്റുകൾ ഇടരുതെന്ന നിർദ്ദേശം ലംഘിച്ചുകൊണ്ടായിരുന്നു ഇയാളുടെ ഒരു പ്രവൃത്തി. ഇതുമായി ബന്ധപ്പെട്ട് സേനയ്ക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. ഈ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണമെന്നടക്കമുള്ള ആവശ്യം
ഉദ്യോഗസ്ഥർ പറഞ്ഞെങ്കിലും ഇതിന് ഇയാൾ തയ്യാറായിരുന്നില്ല. പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരിക്കുന്നത്. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. കാരണം പോലീസുകാർ സർവീസ് ചട്ടം ലംഘിച്ചൊപ്പം തനിക്കെതിരെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെ അപമാനിച്ചു. അത്തരത്തിലുള്ള പോലീസിന്റെ ഔദ്യോഗിക ഗ്രൂപ്പിൽ പോലീസ് ഉദ്യോഗസ്ഥൻ തനിക്കെതിരെ രാഷ്ട്രീയ പോസ്റ്റ് ഇട്ടതിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലെ യൂണിയൻ ഓഫീസ് തീവച്ച് നശിപ്പിച്ചതിൽ പ്രതിഷേധവുമായി KSU. യൂണിയൻ ഭാരവാഹികൾ ഏകദിന ഉപവാസം നടത്തും. SFIയിൽ നിന്ന് യൂണിയൻ പിടിച്ചെടുത്തതിനു ശേഷം KSU നവീകരിച്ച ഓഫീസാണ് കത്തി നശിച്ചത്. കോളേജ് അധികൃതരുടെ പരാതിയിൽ കസബ പോലീസ് അന്വേഷണം തുടങ്ങി. ക്രിസ്മസ് അവധി കഴിഞ്ഞ് ഇന്നലെ കോളേജ് തുറന്നപ്പോഴാണ് യൂണിയൻ ഓഫീസിന് തീയിട്ടത് ശ്രദ്ധയിൽപ്പെട്ടത്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ന്യായ് യാത്രയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും വിലയിരുത്താൻ കോൺഗ്രസിന്റെ യോഗം ഇന്ന് രാവിലെ 11 മണിക്ക് AICC ആസ്ഥാനത്ത് ചേരുന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറിമാർ, സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള സെക്രട്ടറിമാർ, നിയമസഭാ കക്ഷി നേതാക്കൾ, PCC അധ്യക്ഷന്മാർ എന്നിവർ പങ്കെടുക്കും. സീറ്റ് വിഭജനം സംബന്ധിച്ച് ഇന്ത്യ മുന്നണി യോഗത്തിൽ അവതരിപ്പിക്കാനുള്ള നിലപാടിൽ കോൺഗ്രസ് അന്തിമ തീരുമാനമെടുക്കും. മുകുൾ വാസ്നിക്കിന്റെ നേതൃത്വത്തിലുള്ള സഖ്യ ചർച്ചകൾക്കായുള്ള സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്മേലാകും ചർച്ചകൾ. ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി YS രാജശേഖര റെഡ്ഡിയുടെ മകൾ YS ശർമിള ഇന്ന് കോൺഗ്രസിൽ ചേരും. സ്വന്തം പാർട്ടിയായ YSR തെലങ്കാന പാർട്ടിയെ കോൺഗ്രസിൽ ലയിപ്പിക്കും. AICC ആസ്ഥാനത്ത് രാവിലെ 10:30ക്കാണ് ചടങ്ങ്. ഡൽഹിയിലെത്തിയ ശർമിള സോണിയാഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖാർഗെയുമായും കൂടിക്കാഴ്ച നടത്തും. ആന്ധ്രാപ്രദേശിൽ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ പാർട്ടിയുടെ മുഖമായി ശർമിളയെ നിർത്താനാണ് കോൺഗ്രസിന്റെ നീക്കം. ശർമിളയ്ക്ക് സുപ്രധാന ചുമതലകൾ കോൺഗ്രസ് നൽകിയേക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അലർട്ടുള്ളത്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ അതിശൈത്യ തരംഗം തുടരുന്നു. ഇന്ന് ശക്തമായ മൂടൽമഞ്ഞിന് സാധ്യതയെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വിമാനത്താവളങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. നാളെ മുതൽ ഈ മാസം 11 വരെ അന്തരീക്ഷ താപനില 5 ഡിഗ്രി സെൽഷ്യസിൽ താഴെ എത്തുമെന്നാണ് മുന്നറിയിപ്പ്. ശൈത്യ തരംഗം കണക്കിലെടുത്ത് ഉത്തർപ്രദേശിന്റെ പലയിടങ്ങളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. സ്കൂളുകളുടെ പ്രവർത്തനം പുനഃക്രമീകരിച്ചു. നിലവിൽ 6 ഡിഗ്രി സെൽഷ്യസാണ് ഡൽഹിയിൽ രേഖപ്പെടുത്തിയ താഴ്ന്ന താപനില. ഇരട്ട സ്ഫോടനത്തിൽ കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 103ആയി. 200-ലധികം പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കെർമാൻ പ്രവിശ്യയിലുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡ് തലവൻ ഖാസിം സുലൈമാനിയുടെ സ്മാരകത്തിന് സമീപമായിരുന്നു ഇരട്ട സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ഭീകരാക്രമണമാണ് ഉണ്ടായതെന്ന് ഇറാൻ പ്രതികരിച്ചു. ആക്രമണത്തിന് പിന്നിലുള്ളവരെ കണ്ടുപിടിക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി വ്യക്തമാക്കി. ആക്രമണത്തെ റഷ്യ, ഇറാഖ്, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ അപലപിച്ചു. ആക്രമണങ്ങൾക്ക് പിന്നിൽ അമേരിക്കയും ഇസ്രയേലുമാണെന്ന ആരോപണങ്ങൾ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് വക്താവ് മാത്യു മില്ലർ നിഷേധിച്ചു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടൻ അറസ്റ്റ് ചെയ്തേക്കുമെന്ന സൂചന. രാവിലെ വസതിയിലെത്തി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കമെന്ന് ഡൽഹി വിദ്യാഭ്യാസ മന്ത്രി അതിഷി മർലേന എക്സ് ആപ്പിൽ കുറിച്ചു. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ED അരവിന്ദ് കെജ്രിവാളിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹം ഇന്നലെ ഹാജരായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണോ നടപടികൾ കൂടുതൽ കടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്? അറസ്റ്റ് എന്ന വ്യക്തമായ സൂചനകളാണോ ഇപ്പോൾ ലഭിക്കുന്നത്? വ്യക്തമായ സൂചന എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മറിച്ച് 3ാം തവണയും സമൻസ് നൽകിയ സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഹാജരായില്ല. അദ്ദേഹം ഉന്നയിച്ച വാദം നിയമവിരുദ്ധമാണ് തനിക്ക് നൽകിയ സമൻസ് എന്നുള്ളതാണ്. നിയമവിരുദ്ധമാണ് തനിക്ക് നൽകിയ സമൻസ് എന്ന വാദം ഉന്നയിച്ച സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലിനടക്കം അരവിന്ദ് കെജ്രിവാളിനെ വിധേയനാക്കാൻ ഇനി മറ്റ് നടപടികളില്ലാത്ത ഒരു സാഹചര്യമാണ് EDക്ക് മുന്നിൽ ഉള്ളത്. ഇക്കാര്യം കോടതിയെ അറിയിക്കുമോ അഥവാ അറസ്റ്റിലേക്ക് ED നീങ്ങുമോ എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത EDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഇതിനിടെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യും എന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ റെയ്ഡ് നടത്തി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യും എന്നാണ് ഡൽഹിയുടെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിട്ടുള്ള അതിഷി മർലേന ഇപ്പോൾ എക്സ് ആപ്പിൽ കുറിച്ചിരിക്കുന്നത്. രാവിലെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ED എത്താനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് അവർ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് ആം ആദ്മി പാർട്ടി നേതൃത്വം രംഗത്തെത്തിയിരുന്നു. അരവിന്ദ് കെജ്രിവാളിനെ രാഷ്ട്രീയമായിട്ട് നിശബ്ദനാക്കാനായിട്ടാണ് ഈ വിധത്തിലുള്ള നടപടികൾ എന്നതടക്കമായിരുന്നു ആം ആദ്മി പാർട്ടി ഉന്നയിച്ച ആക്ഷേപം. ഏതായാലും വളരെ നിർണായകമാണ് EDയുടെ അത്തരത്തിൽ ഏതെങ്കിലും നീക്കമുണ്ടായാൽ നടപടി. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും.
ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം തുടരുന്നു. തുടർച്ചയായ മൂന്നാം ദിവസവും 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ സന്നിധാനത്തെത്തി. അരവണ വിതരണത്തിലെ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. കണ്ടെയ്നർ ക്ഷാമം രൂക്ഷമായതോടെ ഒരാൾക്ക് 2 ടിൻ എന്ന നിലയിൽ അരവണ വിതരണം പരിമിതപ്പെടുത്തി. ഇന്ന് പരിഹാരമുണ്ടാക്കാൻ കഴിയുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. അരുൺ പാറയ്ക്കൽ സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകും. അരുൺ, മകരവിളക്കിനോട് വരവേ സന്നിധാനത്തെ തിരക്കിപ്പോൾ എത്രത്തോളമാണ്? ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികൾ ഏത് തരത്തിലൊക്കെയാണ്? അതോടൊപ്പം ഈ അരവണ ക്ഷാമം സംബന്ധിച്ച ഒരു പരിഹാരം, അത് സംബന്ധിച്ച് എന്ത് വിവരമാണ് ലഭിക്കുന്നത്? ശ്രീലക്ഷ്മി, സന്നിധാനത്ത് ഇപ്പോഴും ഭക്തജന പ്രവാഹം തുടരുന്നു എന്നുള്ളതാണ്. 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ ദിനം പ്രതി സന്നിധാനത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 18ാം പടി 4500-നും 5000-നും ഇടയിൽ 18ാം പടിയിൽ ഭക്തജനങ്ങൾ കയറുന്നു എന്നതാണ് പ്രധാനമായും പറയാനുള്ളത്. മരക്കൂട്ടം വരെ ക്യൂ നീളുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ സന്നിധാനത്തും ഒക്കെ ഉള്ളത്. എന്തായാലും ഈ അരവണ പ്രതിസന്ധി ഇപ്പോഴും രൂക്ഷമായി തുടരുന്നു. പൂർണ്ണമായും അതിനൊരു പരിഹാരം കണ്ടെത്താൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടി പുതിയതായി കരാറെടുത്ത 2 കമ്പനികൾ 50,000 കണ്ടെയ്നറുകൾ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അത് പോരാ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നിലവിൽ അരവണ, ഒരു ഭക്തന് നൽകേണ്ട അരവണയുടെ എണ്ണം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ 5 ആക്കി ചുരുക്കിയിരുന്നു, അതിപ്പോൾ 2 ആക്കി ചുരുക്കിയിട്ടുണ്ട്. എന്തായാലും അരവണ വിതരണത്തിലെ ആ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. അതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ ദേവസ്വം ബോർഡിന് ഇതുവരെ ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം തുടരുകയാണ്. അതോടൊപ്പം അരവണ വിതരണത്തിലെ പ്രതിസന്ധിയും തുടരുകയാണ്. ആദ്യ ഉൽപ്പന്നം പുറത്തിറക്കി PJ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പുതിയ സംരംഭമായ PJ മാക്സ്. പ്ലാസ്റ്ററിംഗിന് ശേഷം ചുവരുകളിലുള്ള വിള്ളലുകൾ പരിഹരിക്കുന്ന എക്സ്പ്രസ് പ്ലാസ്റ്ററാണ് വിപണിയിലെത്തിച്ചത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശോധനകൾ നടത്തിയാണ് ഉൽപ്പന്നം വികസിപ്പിച്ചതെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കി. മാനേജിംഗ് ഡയറക്ടർമാരായ ജെഫിൻ പോളി, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡയറക്ടർമാരായ അൽഫിൻ പോളി, ജസ്വിൻ PJ, ബിസിനസ് ഹെഡ് പ്രമോദ് കുമാർ എന്നിവർ ഉൽപ്പന്നം പരിചയപ്പെടുത്തി. ശാന്തിഗിരി ആശ്രമം ചെന്നൈ ശാഖയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ഈ മാസം 6, 7 തീയതികളിൽ നടക്കും. ശാന്തിഗിരി ആശ്രമം ഗുരുസ്ഥാനീയ ശിഷ്യ പൂജിത അമൃത ജ്ഞാന തപസ്വിനി നാളെ ചെന്നൈയിലെത്തും. 6-ന് വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന വിളംബര സമ്മേളനം തമിഴ്നാട് സ്പീക്കർ M. അപ്പാവു ഉദ്ഘാടനം ചെയ്യും. ആഘോഷ പരിപാടികളുടെ വിളംബരം ന്യൂനപക്ഷ ക്ഷേമകാര്യ മന്ത്രി KS മസ്താൻ നിർവഹിക്കും. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ധ്യാനമഠത്തിന്റെയും ദർശന മന്ദിരത്തിന്റെയും തിരി തെളിയിക്കുന്നതിനൊപ്പം സിൽവർ ജൂബിലി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനവും ഗുരുസ്ഥാനീയ നിർവഹിക്കും. രാവിലെ 11-ന് നടക്കുന്ന പൊതുസമ്മേളനം ക്ഷീരവികസന വകുപ്പ് മന്ത്രി മനോ തങ്കരാജ് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ നിന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ വിശിഷ്ട അതിഥിയാകും. ചെയ്യൂർ MP G. ശെൽവം അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുൻ മിസോറം ഗവർണർ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർ പങ്കെടുക്കും. പ്രഭാത വാർത്തകൾ പൂർണ്ണമാകുന്നു.